നമസ്കാരം. കേരളകൗമുദി വീക്കെൻഡിൻ്റെ എഡിറ്ററായിരുന്നു എസ് ബാസുരചന്ദ്രൻ. ബാസുരചന്ദ്രൻ ചേട്ടൻ എഡിറ്ററായിരുന്ന കാലത്ത് അതിൻ്റെ സിനിമാ പേജ് സ്ഥിരമായി എഴുതുന്ന ആളുകളിൽ ഒരാൾ ഞാനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം എന്നോട് ചോദിച്ചു, ദിനേശേ, ഇതുവരെ കേരളകൗമുദിയുടെ വീക്കെൻഡിൽ ഞായറാഴ്ച പതിപ്പിൽ മമ്മൂട്ടിയെക്കുറിച്ച് ഒരു അഭിമുഖം വന്നിട്ടില്ല. ദിനേശന് ഒരു അഭിമുഖം എടുക്കാൻ പറ്റുമോ? അവനെടുക്കാം. അങ്ങനെയാണ് ഞാൻ കേരളകൗമുദിക്ക് വേണ്ടി 6 ദിവസം മമ്മൂക്കയുടെ കൂടെ നടന്ന് ഇൻ്റർവ്യൂ എടുത്തത്. ഈ മമ്മൂട്ടി നിങ്ങളുടേത് എന്നായിരുന്നു ഹെഡിങ്, ഒരു പേജ്. ആ ഇൻ്റർവ്യൂവിനിടയിൽ ഞങ്ങൾ തമ്മിൽ തെറ്റി പിണങ്ങി, ഞാൻ ഇറങ്ങിപ്പോയി. ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട്. പക്ഷേ ആ ഒരു പേജ് ഇൻ്റർവ്യൂ വന്ന ശേഷം ബാസുരചന്ദ്രൻ എന്നെ വിളിച്ചു. ബാസുരേട്ടൻ പറഞ്ഞു, ദിനേശേ, ഞാൻ പുലിയെ വിളിച്ചിരുന്നു, നിന്നോട് വഴക്ക് കൂടാനൊന്നും അല്ല കേട്ടോ, നീ എവിടെയെങ്കിലും വെച്ച് നേരിട്ട് കാണുക, ചിലപ്പോൾ ഒരു പവൻ്റെ ഒരു കോയിൻ തരും നിനക്ക്. നിൻ്റെ ഇൻ്റർവ്യൂ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ യോദ്ധയ്ക്ക് നേപ്പാളിൽ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ കേരളകൗമുദിക്ക് വേണ്ടി മോഹൻലാലിനെ ഇൻ്റർവ്യൂ ചെയ്തത്. അദ്ദേഹത്തിന് അന്ന് കവടിയാറിലൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്തു. നാളെ പോവുകയാണ് നേപ്പാളിലേക്ക്. ഞാനിതിപ്പോൾ ഓർക്കാൻ കാര്യം, കേരളകൗമുദിയുടെ ഓണപ്പതിപ്പ് വീടുറ്റ ഓണപ്പതിപ്പായിരുന്നു ഒരു കാലത്ത്. ബാസുരേന്ദ്രനായിരുന്നു അതിൻ്റെ ചുമതല. വൈക്കം മുഹമ്മദ് ബഷീർ മുതൽ ആരെല്ലാം മലയാളത്തിലെ ഒന്നാം തരക്കാരായ ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അവരെയൊക്കെ കൊണ്ട് എഴുതിക്കുന്ന ഓണപ്പതിപ്പായിരുന്നു കേരളകൗമുദിയുടെ. അപ്പോൾ അതൊക്കെ പോയി. ഒരു വർഷത്തെ ഓണപ്പതിപ്പിൽ എന്നോട് ബാസുരേട്ടൻ ചോദിച്ചു, ദിനേശ, ഒരു സിനിമാധിഷ്ഠിതമായ ഒരു പരമ്പര ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാം. അദ്ദേഹം എനിക്ക് തന്ന വിഷയം വ്യക്തിബന്ധം സിനിമയിൽ എന്നായിരുന്നു. നല്ല ടൈറ്റിലല്ലേ, വ്യക്തിബന്ധം സിനിമയിൽ. സിനിമയിൽ വ്യക്തിബന്ധം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളതാണ്. ഒരുപാട് പേര് അതിൽ സഹകരിച്ചു. ഭരത് ഗോപി, ജോൺ പോള്, ജേസി സാറ്, ബാലചന്ദ്രൻ മേനോൻ, അങ്ങനെ ഒരുപാട് പേര്. അവരെയൊക്കെ പോയി കണ്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് ഈ വ്യക്തിബന്ധ സിനിമയിൽ എന്നുള്ള വിഷയം ചെയ്തു. അങ്ങനെ വ്യക്തിബന്ധ സിനിമയിലെ കുറച്ച് നേരം സംസാരിക്കാനായിട്ട് ഞാൻ ഭരത് ഗോപി ചേട്ടനെ വിളിച്ചു. അപ്പോൾ ഒരു ക്ഷിപ്രകോപിയായി ആരോടും പെട്ടെന്ന് വഴങ്ങുന്ന ഒരാളല്ലല്ലോ, ഒരു മൊശടൻ ശീലം കാണിക്കും. അപ്പം ഞാൻ വിളിച്ചു, കാര്യമൊക്കെ പറഞ്ഞു. എസ് ബാസുരേന്ദ്രൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേരളകൗമുദിയിൽ നിന്ന്, വ്യക്തിബന്ധം സിനിമയിൽ എന്നുള്ളൊരു വിഷയം ചെയ്യാനാണ്, താങ്കൾക്ക് കുറച്ച് നേരം എന്നോട് സംസാരിക്കാമോ എന്ന്. സംസാരിക്കാം. എപ്പോൾ സംസാരിക്കാം? നിങ്ങൾ പറഞ്ഞ സമയം. അപ്പോൾ എനിക്ക് രാവിലെ 10 മുതൽ 12 മണി വരെ വേറൊരാളിനോട് ഞാൻ പിറ്റേ ദിവസം അപ്പോയിൻമെൻറ്റ് പറഞ്ഞുപോയി. ഈ വിഷയം തന്നെ. അദ്ദേഹം അന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോവുകയാണ്, എറണാകുളത്തേക്ക് എന്തോ പോവുകയാണ്, എന്തോ ആവശ്യത്തിന് പോവുകയാണ്. 12 മുതൽ ഗോപിച്ചേട്ടൻ്റെ ഇൻ്റർവ്യൂ വെച്ചു. പക്ഷേ ആദ്യം ഇൻ്റർവ്യൂ എടുക്കാൻ പോയ ആൾ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞ ആൾ വന്നത് 10:30 മണി എന്തോ കഴിഞ്ഞു, 11 എന്തോ ആയി. ആ ഇൻ്റർവ്യൂ അല്പം നീണ്ടുപോയി. അങ്ങനെ ഞാൻ കരമനയിൽ നിന്ന് തളിയലിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കാലടിയിലേക്ക് പോകുന്ന ആ റോഡിൽ ഭരത് ഗോപിയുടെ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു. വന്ന് വളരെ ഈ മുഖത്ത് കടന്ത കുത്തിയ പോലെ കഥ പറഞ്ഞിട്ട്, എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഇന്നലെ വിളിച്ചിരുന്ന ദിനേശ് ഞാനാണ്. എന്തു വേണം പറയൂ. ഞാൻ പറഞ്ഞല്ല, നമ്മൾ വ്യക്തിബന്ധ സിനിമയിലെന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. എപ്പോഴാണ്? ഞാൻ പറഞ്ഞു, ഇന്ന്. അതല്ല, എപ്പോഴാണ് പറഞ്ഞിരുന്നത്? ഞാൻ പറഞ്ഞു, 12 മണിക്ക്. ഇപ്പോൾ നിങ്ങളുടെ വാച്ചിൽ മണി എത്രയായി? ഞാൻ പറഞ്ഞു, 12:35. നാളെ 12 മണിക്ക് വരും. അതോടച്ചു. നമുക്ക് ഒരു അടി കിട്ടിയതുപോലെ തോന്നി ചേട്ടത്ത്. ഞാൻ പിറ്റേ ദിവസം കൃത്യമായിട്ട് 11:55 ചെന്നു. എൻ്റെ വാച്ചിൽ 12 ആയത് ഞാൻ ബെല്ലടിച്ചു. അദ്ദേഹം ഒന്ന് തുറന്നു. ഇന്നലെ വന്ന ദിനേശല്ലേ, വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലത്തെ ചൂടൊന്നുമില്ല, വളരെ കാര്യമായിട്ട് വിളിച്ചടുത്തിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കേട്ടു, ചായ വേണോ എന്ന് കേട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സർക്കാർ പണിയുണ്ടെന്ന് തോന്നി. അദ്ദേഹം KSEBയിലായിരുന്നു, രാജിവെച്ചു. അവരില്ല വീട്ടിൽ, അദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ട്രോക്കൊക്കെ വന്ന ശേഷമാണ്, അനാരോഗ്യമുണ്ട്, ചായ വേണോ? ഞാൻ വേണ്ട. അല്ല, എനിക്കൊരു ചായ വേണം. അപ്പോൾ ഈ അസുഖം വന്ന ശേഷം ഞാൻ തന്നെയാണ് എൻ്റെ ചായ ഇട്ട് കുടിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ചായ കൂടെ ഇടാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എല്ലാം ഇങ്ങനെ പറയുള്ളൂ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പാവം, ആ സ്ട്രോക്ക്
ഒരു കൈക്ക് അനക്കമില്ലാത്തതുകൊണ്ട് ഒരു കയ്യിൽ കപ്പ് സോസർ ഇങ്ങനെ വിറച്ച് കൊണ്ടുവരുന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളങ്ങനെ വ്യക്തിബന്ധ സിനിമയിലെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരാളിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴേ വ്യക്തിബന്ധം എന്ന് പറഞ്ഞൊരു കാര്യം ഈ സിനിമയിലില്ല, കയറിപ്പോകാനുള്ള ചവിട്ടുപടിയായിട്ട് മാത്രം, ഒരു ഏണിയായിട്ട് മാത്രമേ വ്യക്തിബന്ധങ്ങളെ സൂക്ഷിക്കാറുള്ളൂ, എൻ്റെ അനുഭവത്തിൽ അതാണെന്നൊക്കെ പറഞ്ഞു ഒരാൾ സംസാരിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം എടുത്തവരെ പറയല്ലേ, അങ്ങനെയാവുക അയാൾ മറ്റുള്ളവരുടെയും പെരുമാറിയത്. അതുകൊണ്ടാണ് അയാൾക്ക് ഏണിയും തോന്നുന്നത്. ഇയാൾ ഏണിയായിട്ട് പലരും ഉപയോഗിച്ചതാണ്. ഞാൻ ആളുടെ പേര് പറഞ്ഞില്ല, ചോദിച്ചില്ല. വ്യക്തിബന്ധം എന്ന് പറഞ്ഞ ഒരു സൗഹൃദ ബന്ധമില്ലായിരുന്നെങ്കിൽ ഈ സ്ട്രോക്ക് വന്ന ശേഷം ഭരത് ഗോപി ജീവിക്കില്ലായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് സൗഹൃദത്തിൻ്റെ ബലം കൊണ്ടാണ്. നിങ്ങൾക്കറിയോ, പ്രേം നസീറും MGRും അടക്കം ഞാനിങ്ങനെ അസുഖബാധിതനായി കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചികിത്സയ്ക്കുള്ള മോശമല്ലാത്ത വലിയ തുക തന്നെ എന്നെ സഹായിച്ചു. ഞാൻ എല്ലാം കേട്ടു. അപ്പോൾ അന്നാണ് ഞാനൊരു കാര്യം അറിയുന്നത്. ഈ ഭരത് അവാർഡ് എന്ന് പറഞ്ഞ സംവിധാനം 1975 അവസാനിപ്പിച്ചു. അവസാനമായിട്ട് ചുമനതുടി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് MV വാസുദേവ റാവു ആണ് ഭരത് അവാർഡ് അവസാനമായിട്ട് വാങ്ങിച്ചയാൾ. പിന്നെ മൗസം എന്ന് പറഞ്ഞ ഹിന്ദി സിനിമയ്ക്ക് ഷർമിള ടാഗോറിനാണ് അവസാനമായിട്ട് ഉർവശി അവാർഡ് കിട്ടിയത്. ഇനിയെങ്കിലും നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, ഇവിടെ ഓരോ വീരശൂര പരാക്രമികൾ ദേശീയ അവാർഡ് വാങ്ങിയിട്ട്, മികച്ച നടൻ്റെയും നടിയുടെയും അവാർഡ് വാങ്ങിച്ചിട്ട് ഉർവശിയാണ് ഞാൻ ഭരത്താണെന്നൊക്കെ പറയുമ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ 1975 വാസുദേവ റാവു എന്ന് പറഞ്ഞ കന്നഡ നടനും ഷർമിള ടാഗോറുമാണ് അവസാനമായിട്ട് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് ഗോപിച്ചേട്ടൻ ഈ അവാർഡ് വാങ്ങിച്ചത്. അപ്പോൾ എന്ത് പറ്റി നേട്ടാൽ കാണുന്നവർക്ക് ഇദ്ദേഹത്തെ കൊടിയേറ്റം ഗോപി എന്ന് വിളിക്കും. ആ കൊടിയേറ്റം ഗോപി എന്ന് വിളിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. കൊടിയേറ്റത്തിനാണല്ലോ പുള്ളിക്ക് ദേശീയ അവാർഡ് കിട്ടിയത്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ആ പടം കഴിഞ്ഞതോടുകൂടി അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് മാനസികമായി എന്തോ കാരണത്താൽ അകന്നു. അത് ചിലപ്പോൾ എന്താ പറയുക, ഈ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് KP കുമാരനാണ്. KP കുമാരൻ എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണന് ചതുർത്ഥി കണ്ടതുപോലെയാണ്. അവർക്കൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പരിചയപ്പെടുത്തിയ ആളായതുകൊണ്ടാണ് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഗോപിച്ചേട്ടൻ അടൂരിൻ്റെ മുന്നിൽ തലകുനിക്കാത്ത വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടോ അവർ ഇഷ്ടമല്ല. ഇപ്പോൾ അടൂരിനോട് ചോദിക്കാൻ നിവൃത്തിയില്ല. നാഷണൽ അവാർഡ് വാങ്ങാൻ പോയി. റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ എന്തോ കാരണത്താൽ ഗോപിച്ചേട്ടന് പേഴ്സ് എടുക്കാൻ മറന്നുപോയപ്പോൾ പറ്റിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് അവിടെ നാഷണൽ അവാർഡിൻ്റെ PRDയിലെ പടമെടുക്കുന്ന ഫോട്ടോഗ്രാഫർക്ക് ഒരു പ്രിൻറ്റിന് 3 രൂപ വെച്ച് കൊടുത്താൽ ഈ രാഷ്ട്രപതി ഇരുന്ന് അവാർഡ് വാങ്ങിക്കുന്നതിൻ്റെ സ്റ്റിൽ അയച്ചു തരും. ഒന്നീ ഹോട്ടൽ റൂമിൽ കൊണ്ടുതരും, ഇല്ലെങ്കിൽ നമുക്ക് അഡ്രസ്സ് കൊടുത്താൽ അയച്ചു തരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സ് എടുക്കാത്തതുകൊണ്ട് അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണ സാറിനോട് ചോദിച്ചു, ഒരു 3 രൂപ കടം തരുമോ? എടുത്ത വായിലെ പുള്ളി ചോദിച്ചു എന്ന് 3 രൂപ പോലും കയ്യിൽ കരുതാതെയാണോ അവാർഡൊക്കെ വാങ്ങിക്കാൻ വരുന്നതെന്ന് ചോദിച്ചു. അതുകൊണ്ട് പുള്ളി ആ പൈസ വാങ്ങിച്ചില്ല. പകരം ഫോട്ടോഗ്രാഫറോട് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ 5ഓ 10ഓ പടം അയച്ചു തന്നാൽ അതിന് 3 രൂപ വെച്ച് 10 പടമാണെങ്കിൽ എത്ര ആലോചിച്ച് 30 രൂപയല്ലേ ഉള്ളൂ, അത് ഞാൻ മണി ഓർഡറായിട്ട് അയച്ചു തരാമെന്ന് പറയുകയും ആ ഫോട്ടോഗ്രാഫർ അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തു എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. ഗോപിച്ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും 1977 ഗോപി എന്ന ചിറയൻകീഴുകാരനായ ഗോപിനാഥൻ നായർ കൊടിയേറ്റം ഗോപിയായി മാറി. പക്ഷേ ആ കൊടിയേറ്റം ഗോപി എന്ന് എന്നെ വിളിക്കുന്ന ഇഷ്ടമില്ല എന്നുള്ളതുകൊണ്ട് പുള്ളി ഗസറ്റിൽ പേര് മാറ്റി. അങ്ങനെയാണ് അദ്ദേഹം ഭരത് ഗോപിയായി മാറിയത്. അല്ലാതെ അവസാനത്തെ ഭരത് അവാർഡ് വാങ്ങിച്ചത് ഗോപിച്ചേട്ടനല്ല. ഗസറ്റിൽ അദ്ദേഹം ഗോപിനാഥൻ നായർ എന്നുള്ള പേര് മാറ്റി ഭരത് ഗോപി എന്നാക്കി. അന്നു മുതലാണ് അദ്ദേഹത്തെ ആരെങ്കിലും ഗോപി എന്നോ പ്രശസ്ത സിനിമാ നടൻ ഗോപി പങ്കെടുക്കുന്നുവെന്നോ കൊടിയേറ്റം ഗോപി പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി ചൂടാവും. എൻ്റെ പേര് ഭരത് ഗോപി എന്നാണ്, അല്ലാതെ കൊടിയേറ്റം ഗോപി എന്നോ ഒന്നും അല്ല എന്ന് പറയുമായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് പേര് മാറ്റിയതുകൊണ്ടാണ്. സ്വയംവരം നിർമ്മിച്ചത് ഞാൻ പറഞ്ഞല്ലോ ചിത്രലേഖ ഫിലിം സൊസൈറ്റി ആയിരുന്നു. അപ്പോൾ സ്വയംവരത്തിന് വേണ്ടി തിരക്കഥ എഴുതിയത് ഇന്നത്തെ പ്രശസ്ത സംവിധായകനായ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ JC ഡാനിയൽ അവാർഡ് വാങ്ങിയ KP കുമാരൻ സാറായിരുന്നു. അദ്ദേഹത്തിന് ബന്ധമുള്ള പ്രസാധന എന്ന് പറഞ്ഞ തിയേറ്റർ ഗ്രൂപ്പിൽ ഈ ഗോപിനാഥൻ നായർക്കും ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രസാധന എന്ന് പറഞ്ഞ നാടക ട്രൂപ്പിലൂടെയാണ് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുമായിട്ട് KP കുമാരൻ വഴി ഭരത് ഗോപി ബന്ധപ്പെടുന്നത്. ആ ബന്ധമാണ് അദ്ദേഹത്തെ സ്വയംവരത്തിലെത്തിച്ചത്. സ്വയംവരത്തിൽ ഒരു ചെറിയ ട്രേഡ് യൂണിയൻ നേതാവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
3 സീനിൽ വരുന്ന ഒരു തൊഴിലാളി. അവിടുന്നാണ് അടുത്ത് അടൂർ ചെയ്ത കൊടിയേറ്റത്തിലെ ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ് നമ്മളെ കുടുകുട ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ആ കഥാപാത്രം ഭരത് ഗോപി ചെയ്യുകയും ഭരത് അവാർഡ് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് വാങ്ങുകയും ചെയ്തു. 2008 ജനുവരി 29 അദ്ദേഹം മരിച്ചത്. ഐസ്ക്രീം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അദ്ദേഹം സ്ട്രോക്ക് വന്ന് കുഴഞ്ഞു വീണത്. ഗ്രാജുവലായിട്ട് കുറേശ്ശെ എല്ലാ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങളെങ്കിലും നോക്കാൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹം ഭേദപ്പെട്ടു വന്നുവെങ്കിലും പഴയ ഒരു ചടുലത അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ ഇല്ലാതെ പോയി. കാരണം അത് അനാരോഗ്യം, ഒരു വശം തളർന്നു പോയ ആൾ എന്ത് കാണിക്കാൻ. നമുക്കിപ്പോൾ ശങ്കരൻകുട്ടി ആയാലും തബല അയ്യപ്പൻ, യവനിയിലെ തബല അയ്യപ്പനെ പറ്റി ഇപ്പോൾ ആലോചിച്ചാലും നമുക്ക് പേടി വരും. എങ്ങനെ ഈ പെൺകുട്ടി ഈ മാടപ്രാവിനെ പോലെ ഇരിക്കുന്ന ജലജ ചെയ്ത ക്യാരക്ടർ ഈ തബല അയ്യപ്പൻ്റെ കാമുകയായി മാറി, അല്ലെങ്കിൽ രണ്ടാം ഭാര്യയായി മാറി, അല്ലെങ്കിൽ വെപ്പാട്ടിയായി മാറി എന്ന് നമുക്ക് അതിശയം തോന്നും. അതുപോലെ മാമച്ചൻ, എനിക്ക് ഗോപിച്ചേട്ടൻ്റെ പടങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടം മാമച്ചനാണ്. ഈ കള്ളംപൗത്രനിലെ മില്ല് ഇട്ടിരിക്കുന്ന മാമച്ചൻ. പത്രായ സാറല്ല ഇനി ആരായാലും സ്ക്രിപ്റ്റിൽ എഴുതിയതിനും അപ്പുറം മാമച്ചനെ, അതായത് മാമച്ചനെ പ്രേമിക്കുന്ന കുമ്പളങ്ങ ബീന ചെയ്ത ഒരു ക്യാരക്ടറുണ്ട്. അവർ നെല്ല് കുത്താൻ വന്നിട്ട് പോകുന്ന വഴിക്ക് മാമച്ചന് ഒരു ഉമ്മം കൊടുത്തിട്ട് പോകും. ഒരു ഷോക്കായി ഇങ്ങനെ നിന്നിട്ട് ഇവർ പോയ ശേഷം ആ ചുംബനം അല്ലെങ്കിൽ ആ ഉമ്മ ആസ്വദിക്കുന്ന ഒരു സീനുണ്ട്. നിങ്ങൾ വീണ്ടും കള്ളംപൗത്രം കണ്ടു നോക്കൂ. സ്നേഹം സഹിക്കുക വയ്യാതെ അല്ലെങ്കിൽ സന്തോഷം സഹിക്കുക വയ്യാതെ ആ പൊടിപ്പ് മില്ലിൻ്റെ മെഷീൻ്റെയൊക്കെ പുറത്തൊക്കെ ഇട്ട് അടിച്ച് മാമച്ചൻ നടക്കുന്ന സീൻ. അതുപോലെ തന്നെ അപ്പുണ്ണി എന്ന് പറഞ്ഞ സത്യനന്ദിക്കാരൻ്റെ പടത്തിൽ അയ്യപ്പൻ നായർ, ഒരു വീട്ടുപേരുണ്ടെന്ന് പടവീട്ടിൽ അയ്യപ്പൻ നായർ. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ രസകരമായൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ അസുഖബാധിതന് ശേഷം ഒരുപാട് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു ടെലിഫിലിം ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ 6:30 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 7 കഴിഞ്ഞിട്ട് സീൻ തീരാത്തതിൻ്റെ അസ്വസ്ഥതയിലാണ് സംവിധായകൻ. അദ്ദേഹം ഇങ്ങനെ വല്ലാതിരിക്കുമ്പോൾ അപ്പോൾ ദേവ അൻപെന്ന് പറഞ്ഞ ആളാണ് ക്യാമറമാൻ. അപ്പോൾ ഒരു യൂണിറ്റിലുള്ള ഒരു ലൈറ്റ് ബോയ് ഒരു HMI ലൈറ്റ് തോളി ചുവന്നുകൊണ്ട് പോകുന്നു. അപ്പോഴാണ് ഗോപിച്ചേട്ടൻ മനസ്സിലായത് ലൈറ്റപ്പ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് തീരുമ്പോൾ 8, 9, 10 മണിയാവുമെന്ന് പുള്ളിക്ക് തോന്നി. പുള്ളിക്ക് ഒരു 7 മണിയാവുമ്പോൾ നിർത്തണം, പക്ഷേ തീരില്ല എന്ന് മനസ്സിലായി. ദേഷ്യം വന്നിട്ട് പുള്ളി കൈകൊട്ടി ലൈറ്റ് ബോയെ വിളിച്ചു. ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു. അയാൾ നേരെ ലൈറ്റ് അവിടെ വച്ചിട്ട് അടുത്ത് വന്നു. അപ്പോൾ ചോദിച്ചു, ഇതെവിടെ കൊണ്ടുപോകും? അവിടെ വച്ചിട്ട് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് അടിക്കാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ആ ക്യാമറമാനോട് ചോദിക്കും, ആരെങ്കിലും ലൈറ്റപ്പ് ചെയ്തിട്ടാണോ ഏതെങ്കിലും കള്ളം മോഷ്ടിക്കാൻ പോകുന്നത്? അത് ചോദിക്കുക. ആരെങ്കിലും ലൈറ്റപ്പ് ചെയ്തിട്ടാണോ മോഷണത്തിന് പോകുന്നത്? ഇരുട്ടത്തൂടെയല്ലേ? അപ്പോൾ ഇരുട്ടത്തൂടെ പോകുന്നത് ലൈറ്റപ്പ് ചെയ്താൽ ഷൂട്ട് ചെയ്താൽ ഒന്നും കാണില്ല വിഷ്വലിൽ. പക്ഷേ ഈ സമയം അതിക്രമിക്കുന്നതുകൊണ്ടുണ്ടായ ദേഷ്യത്തിൽ ചോദിച്ചാണ്, ആരെങ്കിലും ലൈറ്റപ്പ് ചെയ്തിട്ടാണോ ഏതെങ്കിലും കള്ളൻ മോഷ്ടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ച പ്രശസ്തമായ ഒരു ചോദ്യമുണ്ട് ഗോപിച്ചേട്ടൻ്റെ. VK-ൻ്റെ അപ്പുണ്ണി സത്യനന്ദിക്കാട് സിനിമയാക്കുക. അപ്പോൾ VK-ൻ്റെ അധികമാരും സിനിമ ചെയ്തിട്ടില്ല. അപ്പുണ്ണി ചെയ്യാൻ തീരുമാനിച്ചു. അയ്യപ്പൻ നായരായിട്ട് ആ ചായക്കട മുതലാളിയായിട്ട് അഭിനയിക്കാൻ, അല്ലെങ്കിൽ അപ്പുണ്ണിയുടെ അമ്മാവനായിട്ട് അഭിനയിക്കാൻ, അല്ലെങ്കിൽ മേനകയുടെ എന്താ പറയുക അച്ഛനായിട്ട് അഭിനയിക്കാൻ ഭരത് ഗോപിയെ വച്ചാലോ എന്നുള്ള ആലോചന നടന്നു. അപ്പോൾ ഈ ആലോചന നടക്കുമ്പോൾ ജോൺ പോളിനെ, സത്യനന്ദിക്കാടുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണല്ലോ അങ്കിള്, ജോൺ പോളിനെ മീഡിയേറ്റർ ആക്കിയിട്ട് പറഞ്ഞു, അങ്കിളെ ഒന്ന് വിളിച്ച് ഭരത് ഗോപിയായിട്ടൊന്ന് സംസാരിച്ച് ഇങ്ങനെ ഒരു വേഷമുണ്ട്, അത് ഞാൻ ശരിയാക്കാം. സത്യനന്ദിക്കാരൻ്റെ പടത്തിൽ ഗോപിച്ചേട്ടൻ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു യുവ സംവിധായകൻ, ഗോപിച്ചേട്ടനെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ളൊരു യുവ സംവിധായകൻ സത്യനന്ദിക്കാരനോട് പറഞ്ഞു, സൂക്ഷിക്കണം, നല്ല നടനൊക്കെ തന്നെ, പക്ഷേ അതിനേക്കാൾ അഹങ്കാരിയാണ്, സത്യന് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ സത്യേട്ട ഒന്ന് വരണ്ടു. കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ ഷൂട്ടിംഗ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്ന സംവിധായകരിൽ ഒരാളാണ് സത്യനന്ദിക്കാട്. അല്ലാതെ ഒരു ഭാരം പോലെ കൊണ്ടു കിടക്കുകയില്ല. അദ്ദേഹം ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പോലെ കുറേ ആൾക്കാരെ വെച്ചാണല്ലോ സിനിമ ചെയ്യുന്നത്. അതൊരു നല്ല രസമായിട്ട് ചെയ്യും. ഒരു ടെൻഷനും സത്യേട്ടൻ്റെ സെറ്റിൽ കാണാൻ പറ്റില്ല. അത്രയും ആസ്വദിച്ച് ചെയ്യുന്ന ആളാണ്. പക്ഷേ അങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്നിടത്ത് നമ്മൾ പറയുന്ന പോലെ സഹകരിക്കാത്ത ഒരാളുണ്ടായാലും മനസ്സമാധാനം നഷ്ടപ്പെടുമോ എന്ന് സത്യേട്ടനൊരു സംശയം. എന്തിനാവാം ഈ അഹങ്കാരിയായിട്ട് ഭരത് ഗോപി എന്ന് പറഞ്ഞ നടൻ നടക്കുന്നതെന്ന് പുള്ളിക്ക് സത്യേട്ടന് മനസ്സിലായില്ല. അതുപോലെ തന്നെ കമേഴ്ഷ്യൽ കച്ചവട സിനിമകളോടും അതിൻ്റെ സിനിമാക്കാരോടും, ആ സിനിമകൾ ചെയ്യുന്ന സിനിമാക്കാരോടും പരമപുച്ഛമായിരുന്നു ഇദ്ദേഹത്തിന്. അത് ഇദ്ദേഹത്തിന് മാത്രമല്ല, വേണുനാഗവള്ളിക്കും ശ്രീനിവാസനും ഒക്കെ പുച്ഛമായിരുന്നു.
പിന്നെ അവർ തിരുത്തേണ്ടി വന്നു. കാരണം ഗോപി ചേട്ടൻ അടക്കം എല്ലാവരും പിന്നെ കമേഴ്ഷ്യൽ സിനിമകളുടെ നടനായി മാറി എന്നുള്ളത് വേറൊരു സത്യം. അടൂരിൻ്റെ സിനിമയൊക്കെ ചെയ്ത ആളാവുമ്പോൾ സ്വാഭാവികമായിട്ടും കച്ചവട സിനിമകളോട് പുച്ഛം തോന്നുന്നു എന്നുള്ള കാര്യം സത്യം. അപ്പോൾ ആ പടം നിർമ്മിക്കുന്നത് രാമചന്ദ്രനാണ്. അപ്പോൾ രാമചന്ദ്രനും ജോൺ പോളും പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല സത്യ, ഞങ്ങളല്ലേ പറയണേ, ആ വേഷം അയ്യപ്പൻ നായരുടെ വേഷം നമുക്ക് ഭരത് ഗോപിക്ക് കൊടുക്കാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ ഏറ്റു. അങ്ങനെ സത്യേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലൊരു പരിചയമായി, തടയാനുള്ളൊരു പരിചയമായി സത്യേട്ടൻ ലൊക്കേഷനിലെത്തി. അപ്പോൾ നെടുമുടി വേണുവിൻ്റെ ഒപ്പം, അപ്പുണ്ണിയായിട്ട് അഭിനയിക്കുന്ന നെടുമുടി വേണുവിൻ്റെ ഒപ്പം തലേദിവസം രാത്രി ഒരു കാറിൽ അവർ ഒന്നിച്ച് തന്നെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അതിനാൽ സത്യേട്ടൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ച ഭരത് ഗോപി എന്ന് പറഞ്ഞ നടനെ ആദ്യമായി പരിചയപ്പെടുന്നത് ലൊക്കേഷനിൽ വെച്ചാണ്. അയ്യപ്പൻ നായരെക്കുറിച്ച് വിശദമായി സത്യേട്ടൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ വീക്കെൻ എഴുതി വെച്ച ക്യാരക്ടറിനെ കുറിച്ച് വിശദമായി സത്യേട്ടൻ സംസാരിച്ചു. എന്നിട്ട് മേക്കപ്പ് മാനെയും കോസ്റ്റ്യൂമറേയും വിളിച്ചു. അയ്യപ്പൻ നായർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, മേക്കപ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് വിട്ടു. സത്യേട്ടൻ എടുക്കാനുള്ള സീൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേക്കപ്പ് മാൻ പാണ്ഡ്യൻ ഓടി വന്നു. ഗോപി സാറ് മീശ എടുക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്, അദ്ദേഹം സമ്മതിക്കുന്നില്ല. അപ്പോൾ സത്യേട്ടൻ പറഞ്ഞിരിക്കുന്നത് മീശ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ അങ്ങനെ? അതറിയില്ല, മീശ എടുക്കാൻ പറ്റില്ല എന്ന് തീർത്തും പറഞ്ഞു. അങ്ങനെ തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ സത്യേട്ടൻ മനസ്സിലാലോചിച്ചു, അഹങ്കാരിയാണോ ഇയാൾ? അഹങ്കാരി തന്നെ എന്ന് സത്യേട്ടൻ തീരുമാനിച്ചു. അപ്പോൾ ഷൂട്ടിങ്ങിൽ ഒരു ഷോട്ട് പോലും എടുത്തിട്ടില്ല ഗോപിയേട്ടൻ്റെ. തുടക്കം ഇങ്ങനെ ആയാൽ തലവേദന ഉറപ്പാണ് എന്ന് സത്യേട്ടന് മനസ്സിലായി. സത്യേട്ടൻ പോയി നോക്കുമ്പോൾ അയ്യപ്പൻ നായരായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഇടാതെ അങ്ങനെ ഇരിക്കുകയാണ് ഭരത് ഗോപി. നാട്ടിൻപുറത്തെ ഒരു ചായക്കടക്കാരനാവുമ്പോൾ അയ്യപ്പൻ നായർക്ക് മീശയില്ലാതിരിക്കണമെന്നാണ് സത്യേട്ടൻ ഉറപ്പിച്ചത്. സത്യേട്ടൻ മീശയെപ്പറ്റി സംസാരിച്ചു. അങ്ങനെ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ അത് തടഞ്ഞുകൊണ്ട് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, മീശ എടുക്കാൻ പറ്റില്ല. ഇത്ര ആദ്യമായിട്ട് പരിചയപ്പെട്ട ആദ്യ ദിവസം ആദ്യ ഷോട്ട് എടുക്കും മുമ്പാണ് പറയണത്, മീശ എടുക്കാൻ പറ്റില്ല. അപ്പോൾ സത്യേട്ടൻ നല്ല കൗശലക്കാരനല്ലേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ. സത്യേട്ടൻ പറഞ്ഞു, തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് സത്യേട്ടന് മനസ്സിലായി. എന്നാലൊരു കാര്യം ചെയ്യും ഗോപി ചേട്ടാ, നിങ്ങൾ ഇന്ന് റൂമിൽ പോയി വിശ്രമിച്ചോളൂ, നമുക്ക് നാളെ മുതലെടുക്കാം. അപ്പോൾ സിനിമയിൽ നാളെ മുതലെടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ന് കട്ട് ചെയ്ത് വിടുമെന്നാണ്, മനസ്സിലായില്ലേ? നമുക്ക് നാളെ എടുക്കാം. പുറത്തിറങ്ങിയിട്ട് സത്യേട്ടൻ സ്വയം തീരുമാനിച്ചു ഇയാൾ ശരിയാവില്ല. അപ്പോൾ തന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അടൂർ ഭാസി ഫ്രീ ആണോ എന്നൊന്ന് അന്വേഷിക്കുക. അപ്പോൾ AD ജോസഫ് എന്ന് പറഞ്ഞ ആളാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അടൂർ ഭാസി ബന്ധപ്പെട്ടിട്ട് ഭാസി ചേട്ടൻ ഫ്രീ ആണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഈ ഫ്രീ ആണോ എന്ന് അന്വേഷിക്കാൻ പറയുന്നിടത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കൗശല ചിരിയുമായി നെടുമുടി വേണു എൻട്രി ആയി. അപ്പുണ്ണിയിലെ അയ്യപ്പൻ നായരുടെ അനന്തരവൻ, അപ്പുണ്ണിയായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹമാണല്ലോ. അതുപോലെ അയ്യപ്പൻ നായരുടെ മകൾ ജീവന തുല്യം സ്നേഹിക്കുന്ന അമ്മുക്കുട്ടി, മേനക ചെയ്യുന്ന വേഷം, അത് അമ്മുക്കുട്ടിയുടെ കാമുകനാണ്, മനസ്സുകൊണ്ട് കാമുകനാണ്. ഭാവി വധു, എൻ്റെ വധു അമ്മുക്കുട്ടി തന്നെ നിശ്ചയിച്ച് നടക്കുന്ന ആളാണല്ലോ അപ്പുണ്ണി. അപ്പോൾ നെടുമുടി പറഞ്ഞു, എനിക്കറിയാമായിരുന്നു സത്യ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. കാരണം അവർ ഒരുപാട് പടങ്ങൾ ഒന്നിച്ച് ചെയ്തവരല്ലേ. ഞാൻ മീശ വടിക്കില്ല എന്ന് മാത്രം പരിക്കനായി പറഞ്ഞു ഗോപി. അതാണ് പ്രശ്നമായതല്ലേ ചോദിച്ചു. അങ്ങനെ പറയാനുള്ള കാരണം നെടുമുടി പറയുമ്പോഴാണ് സത്യനന്ദിക്കാട് മനസ്സിലാക്കുന്നത്. കാരണം ഇവർ കോഴിക്കോട്ടേക്ക് കാറിൽ നെടുമുടി വേണുവും ഭരത് ഗോപിയും കൂടെ വരുമ്പോൾ വടക്കാഞ്ചേരിയിൽ നെടുമുടി വേണുവും ഭരത് ഗോപിയും കൂടി നമ്മുടെ സംവിധായകൻ ഭരതൻ്റെ വീട്ടിൽ കയറി, എങ്കക്കാട്ട തറവാട്ടിൽ കയറി ഭരതനുമായിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ച് പിരിയാൻ നേരത്ത് ഭരതൻ പറഞ്ഞു, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം കാറ്റത്തെ കിളിക്കൂടാണ്. ഷേക്സ്പിയർ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞ വേഷമാണല്ലോ ഭരത് ഗോപി ചെയ്യുന്ന മനോഹരമായ വേഷം, അസലായി ചെയ്ത പടമാണ് കാറ്റത്തെ കിളിക്കൂട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷൂട്ടിംഗ് ബാക്കിയുണ്ട്, അതുകൊണ്ട് നമുക്ക് 4-5 സീന് ബാക്കിയുണ്ട്. അതിൽ ഈ പറയുന്ന ഷേക്സ്പിയർ കൃഷ്ണപിള്ളയുടെ കുറേ ക്ലോസപ്പ് ഷോട്ടൊക്കെ എടുക്കാനുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂറ്റിയായ മീശ എടുക്കരുത്, ഇത് കണ്ടിന്യൂറ്റി ആണെന്നേ സത്യനന്ദിക്കാടിനോട് പറഞ്ഞത്. സത്യനത് മനസ്സിലാവും. അപ്പോൾ അയാൾ അതുകൊണ്ട് മീശ എടുക്കണ്ട എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഭരത് ഗോപിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അദ്ദേഹം ഭരതൻ്റെ കാറ്റത്തെ കിളിക്കൂടിയിൽ ഞാൻ ഇങ്ങനെ ഷേക്സ്പിയർ കൃഷ്ണകളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് ഇനി ഒരു 4-5 ദിവസത്തെ വർക്ക് ബാക്കിയുണ്ട്, ഇതിനിടയിൽ അത് പോയി ചെയ്യണം. അപ്പോൾ അതിൽ ക്ലോസപ്പ് ഷോട്ടൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ഈ കൃത്രിമ മീശ വെച്ച് അതിൽ അഭിനയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സത്യ ദയവ് ചെയ്ത് പ്ലീസ് മീശ എടുക്കാൻ പറ്റില്ല, ഇത്രയും പറഞ്ഞാൽ മതി. പക്ഷേ
മീശ എടുക്കാൻ പറ്റില്ല, അത്ര തന്നെ. അതാണ് പ്രശ്നമായത്. അങ്ങനെ നെടുമുടി വേണു അത് പറഞ്ഞപ്പോൾ സത്യമായിട്ട് ആലോചിച്ചു, ആർക്കായാലും ആ പറഞ്ഞ മീശ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അഹങ്കാരമായിട്ട് തോന്നാം. എനിക്കും അങ്ങനെ തന്നെ തോന്നി. പക്ഷേ ഇതായിരുന്നു ഭരത് ഗോപിയുടെ ഒരു രീതി എന്ന് സത്യേട്ടന് അറിയില്ലായിരുന്നു. മീശയിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുത്തിയാൽ പോലും ഭരതൻ കൊഴിഞ്ഞു പോകും. സത്യ നെടുമുടിയുടെ വിശദീകരണം കേട്ടപ്പോൾ സത്യനന്ദിക്കാടൻ്റെ മനസ്സ് അങ്ങ് തണുത്തു. ആ ചൂടൊക്കെ അങ്ങ് പോയി. അയ്യപ്പൻ നായരെ പറ്റി സംവിധായകൻ വിശദീകരിച്ച സമയം മുതൽ ഭരത് ഗോപിയും ചിന്തിക്കുകയായിരുന്നു, മീശ എടുക്കാതെ എന്തൊക്കെ മാറ്റം അയ്യപ്പൻ നായർക്ക് വരുത്താം. അദ്ദേഹം സത്യനന്ദിക്കാടനോട് പറഞ്ഞു, സത്യൻ, അയ്യപ്പൻ നായർക്ക് ഞാനൊരു രൂപം ഉണ്ടാക്കട്ടെ. ആലോചിക്കുക, നേരത്തെ ചൂടായി പറഞ്ഞ ആളാണ്, മീശ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ ചോദിക്കുകയാണ്, സത്യൻ ഞാൻ രൂപം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. മേക്കമാൻ പാണ്ഡ്യനെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം അകത്ത് കയറിപ്പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സിനിമയിലെ അയ്യപ്പൻ നായരായി സത്യൻ്റെ മുന്നിലേക്ക് ഭരത് ഗോപി നടന്നു വന്നു. പേരാറ്റിപ്പടവീട്ടിലെ അംഗമായതിൻ്റെ വീറാണ് ഈ മീശ. ഗോപിച്ചേട്ടൻ പറയാണ്, പേരാറ്റിപ്പടവീട്ട് എന്ന് പറഞ്ഞാൽ അവർ കൊലയുമുള്ള തറവാടാണ്, അതിൻ്റെ അഹങ്കാരമായിട്ട് വച്ചിരിക്കുന്നതാണ് ഈ മീശ എന്ന് പറഞ്ഞിട്ട് ആ മീശ ഒന്ന് പിരിച്ചു വെച്ചിട്ട് പറഞ്ഞു, അയ്യപ്പൻ നായർ ഒരു നല്ല ദേവീഭക്തനായിക്കോട്ടെ, അപ്പോൾ നല്ല കടും കുങ്കുമം പൊട്ട് നെറ്റിയിലിടാം. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അപ്പുണ്ണി കാണുകയാണെങ്കിൽ ആലോചിച്ചോളൂ, അതിൽ ആദ്യത്തെ പടം തുടങ്ങുന്ന ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് ഭരത് ഗോപി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പൊട്ടിടുന്നതാണ്, കുങ്കുമം ഇടുന്നതാണ്. ഭരത് ഗോപി ഉണ്ടാക്കിയ സ്കെച്ച് ചെയ്ത രൂപമാണ്. അപ്പോൾ നെറ്റി കുങ്കുമം പൊട്ടിട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു. മേലനങ്ങാതെ നടക്കുന്നവനായതുകൊണ്ട് തലയിലുള്ള മുടിയെ ഇങ്ങനെ കഷണ്ടി മറയ്ക്കുന്ന രീതിയിലൊക്കെ കോതി വയ്ക്കാം. കാരണം അത് അലസന്മാരുടെ ഒരു ലക്ഷണമാണ്. മുടിയില്ല എന്ന് കാണിക്കാതെ ഈ മുടിയൊക്കെ ഇങ്ങനെ കോതി വെച്ച് കുങ്കുമം പൊട്ടിട്ട് മീശ പിരിച്ചു വെച്ച് അയ്യപ്പൻ നായർ ചായക്കട നടത്തിയാൽ എങ്ങനെ ഇരിക്കും എന്ന് സത്യേട്ടനോട് ചോദിച്ചു. സത്യേട്ടന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം വിചാരിച്ചതിൽ നല്ല രൂപപ്പൊരുത്തം. അപ്പോൾ ഗോപി അഹങ്കാരി എന്ന് തെറ്റിദ്ധരിക്കുന്നവർ മുഖം മൂടിയില്ലാത്ത ആ മനുഷ്യൻ്റെ മനസ്സ് കാണാത്തവരാണ് എന്നാണ് അപ്പുണ്ണിക്ക് ശേഷം സത്യേട്ടൻ പറയാറ്.